ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലെ മുന്നിൽ കണിക്കൊന്ന മരം പൂത്തിളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും കണിക്കൊന്ന പൂ കാണുമ്പോൾ മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. ശരിക്കും ആ മഞ്ഞ കളറിൽ പൂ കാണുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ ഇത് ഇങ്ങനത്തെ ഈ ടൈപ്പ് പൂ, ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, ഈ മരത്തിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ആ പൂവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ ഇത് വീഡിയോ എടുത്തപ്പോൾ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈദിൻ്റെ ദിവസമാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ്, കപ്പ, അതുപോലെ ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ബീഫ് ഒന്ന് കഴുകി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ ഒരു 5 വിസിലായപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സവോള കട്ട് ചെയ്തെടുത്തു, 4 മീഡിയം സൈസിലെ സവോള. അപ്പോൾ ഒരു ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചു, അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തു. അതിനുശേഷം കടുകിട്ടു, അതൊന്ന് പൊട്ടിയപ്പോഴേക്കും സവോളയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്രയും ചേർത്തു. ഇനി കുറച്ച് ഉപ്പിടാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ്, ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് കപ്പ നന്നായിട്ട് തോല് കളഞ്ഞിട്ട് കഴുകി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ നേരത്തെ കുക്കറിൽ വേവിച്ച ബീഫ് ഇതാണ്. അപ്പോൾ ഞാനിതിൽ ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇപ്പോൾ പകുതി വേവ് ആയിട്ടുണ്ട്. സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, നമ്മുടെ സവോള പകുതി വേവേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയും കൂടി സവോളയും ബീഫൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഒരെണ്ണം പച്ചയാണ്, അപ്പോൾ പഴുത്ത ഒരെണ്ണം എടുക്കാം. അപ്പോൾ അത് ജ്യൂസൊക്കെ സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ്. ചേട്ടൻ്റെ വീട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് അതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി, മുളക് അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പച്ച മല്ലി മുളകും അതൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് നമ്മുടെ ബീഫിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പൂവൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയേ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത്, നമ്മളിവിടുത്തെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഉള്ളത് കണ്ടു, അപ്പോൾ അത് വാങ്ങി. പിന്നെ ഇത് രസത്തിൻ്റെതാണ്. അപ്പോൾ രസം നമ്മുടെ ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റൗവിൻ്റെ കൗണ്ടർ ടോപ്പ് മൊത്തം പോയി. ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 12:30 1 മണി കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് തോരൻ വയ്ക്കാം. അപ്പോൾ ഈ പൂ ഇതിലേക്ക് ഇടുമ്പോൾ എൻ്റെ കളറൊന്ന് ചേഞ്ച് ആകും കേട്ടോ. ഇതിപ്പോൾ നല്ല പിങ്ക്, ഒരു റെഡ് കളറിലിരിക്കുന്ന ഫ്ലവറാണ്. അത് നമുക്ക് ഓയിലിലേക്ക് ഇടുമ്പോൾ അതൊരു പർപ്പിൾ കളറിലാവും. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അതിലിനി നമ്മളൊന്നും ചെയ്യില്ല, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ നല്ല തേങ്ങയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാവും. അപ്പോൾ അതൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് രസമുണ്ട്, അതുപോലെ ബീഫുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കപ്പ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട്. അതങ്ങനെ അധികം ഉടഞ്ഞ രീതിയിൽ അല്ല, ഇന്നിങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടില്ല, ഇതിങ്ങനെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതേ ഉള്ളൂ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ ബീഫാണ്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ബീഫാണ്, നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു, അതായത് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പട്ട, ഗ്രാമ്പ്, ഇലയ്ക്ക് അതൊന്നും സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫിൽ കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കി ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നപ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ആ ക്ലിപ്പിങ്സ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് വൈകിട്ടായപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സിറ്റിയിൽ അധികം തിരക്കൊന്നും, ഭയങ്കര ട്രാഫിക്കൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ, ഇതും പിന്നെ ഇവിടെ അമ്പലങ്ങളിലെ ഉത്സവമല്ലേ, അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് റോഡ് സൈഡിലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പാളയത്തല്ല, നമ്മുടെ ഈസ്റ്റ് ഫോർട്ടുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിലൊന്ന് അത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിനി ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ നല്ല അധികം ട്രാഫിക്കൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തി. ഇനി മീറ്റുവിന് കുറച്ച് ഡ്രസ്സും അതുപോലെ ചെരുപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങണം. കാരണം വെക്കേഷൻ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ നേരത്തെ സ്കൂളിൽ നിന്ന് യൂണിഫോം അല്ലേ, അപ്പോൾ അധികം ചപ്പൽസ് ഒന്നും അങ്ങനെ വാങ്ങാറില്ല, ഭയങ്കര കുറച്ചേ ഉള്ളമായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഡ്രസ്സും അതുപോലെ
ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നല്ല ബനിയൻ കോട്ടൻ്റെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടീഷർട്ട്സും അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കുറേ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി. അപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. ഇത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള അമ്പലമാണ്, കാരണം ഇതിവിടെ വെച്ചിട്ടാണ് സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ കൂടുതലും ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇവിടെ നല്ല രസമുള്ള ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ വഴിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് ഉള്ള കാണാം കേട്ടോ. അവിടെ വണ്ടി നിർത്താൻ പറ്റുമോ എനിക്ക് അറിയില്ല, കാരണം അവിടെ എപ്പോഴും പോലീസൊക്കെ കാണും. അവിടെ വണ്ടി നിർത്താൻ സമ്മതിക്കില്ല എന്ന് തോന്നും. നമുക്ക് നോക്കാം, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അത്രയും കാണിച്ചു തരാവേ. അപ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ ലൈറ്റൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുത്ത് പോകാം കേട്ടോ. ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും ഇങ്ങനത്തെ കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവിയുടെ ഇങ്ങനത്തെ ഒരു ഇതും പിന്നെ ശ്രീനാരായണ ഗുരു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, ഇവിടെ കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി. അപ്പോൾ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല. അപ്പോൾ നമുക്കിനി ഇതിനടുത്തായിട്ട് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉള്ള ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് കുറച്ച് തൈകൾ, അതായത് വെണ്ട, കത്തിരി അങ്ങനത്തെ കുറച്ച് വിത്തുകളും അതുപോലെ തന്നെ കുറച്ച് ചെടിയൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിറയെ ഓർക്കിഡ് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ കുറേ പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ബോഗൺവില്ല വേണമായിരുന്നു, അപ്പോൾ അത് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഓർക്കിഡ് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കാരണം അത് വേണ്ട. പിന്നെ റെഡ് റോസ് മിട്ടുന് വേണമെന്ന് പറഞ്ഞ് മിട്ടു ഇങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ് റെഡ് കളർ റോസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്. പിന്നെ ഇതുപോലെ ഈ ഒരു പർപ്പിൾ കളറിലെ ഫ്ലവർ ഉള്ളതുണ്ടല്ലോ, ഈ ചെടി നല്ല രസമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലൊന്ന് ഒരെണ്ണം ഞങ്ങൾ വാങ്ങിയായിരുന്നു. പിന്നെ മുല്ലയിലൊന്ന് ഒരെണ്ണം എടുത്തു. ഇപ്പോൾ ശരിക്കും മുല്ലപ്പൂവിൻ്റെ സീസണല്ലേ, അപ്പോൾ നല്ല രസമാണ്, അങ്ങനെ ഒരെണ്ണം വാങ്ങി. പിന്നെ ഇതൊക്കെ വെറുതെ ഫോട്ടോ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക അതിൻ്റെയൊക്കെ വിത്തുണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചായിരുന്നു. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. പയറിൻ്റെയൊക്കെ വിത്തൊന്ന് വാങ്ങി, 2-3 ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബോഗൺവില്ലയുടെ അടുത്ത് വിട്ടു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അതിലൊന്ന് ഒരെണ്ണം, ഈ വലുതൊന്നും അല്ല കേട്ടോ, ചെറുതൊരെണ്ണം വാങ്ങിയായിരുന്നു. അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ശരിയാവോ വളരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോട്ടെ, നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.